എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹിന്ദി സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സഫരോം കി ജുഗൽബന്ദി എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ്. സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര അല്ലേ? സഫരോം എന്ന് പറഞ്ഞാൽ യാത്രകൾ. സഫരോം കി യാത്രകളുടെ ജുഗൽബന്ദി. ജുഗൽബന്ദി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ബന്ദി. ബന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തുചേരുക അല്ലേ? അപ്പോൾ സഫരോം കി ജുഗൽബന്ദി എന്താണ്? യാത്രകളുടെ ഒത്തുചേരൽ അല്ലെങ്കിൽ കൂടിച്ചേരൽ. അതാണ് നമ്മളുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ കണ്ടോ കുറേ യാത്രക്കാരിയ്ക്കുന്നുണ്ട് അല്ലേ? തീവണ്ടി വരുന്നുണ്ട്, റെയിൽപാളം ഒക്കെ കാണാനുണ്ട് അല്ലേ? അപ്പോൾ ഒരു യാത്രയാണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ താഴെ നമ്മളുടെ രാഹി മസുരാജേൻ്റെ ഒരു ഇതുണ്ട്. ഈ സഫർ മേ നീന്ത് ഏസി ഖോ ഗയി. എന്താണ്? ഈ യാത്രയിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഹം ന സോയെ രാത് ധക് കർ സോ ഗയി. പിന്നെ ഹം ന സോയെ ഞങ്ങൾ ഉറങ്ങിയില്ല. രാത്രിയിൽ ധക് കർ സോ ഗയി ക്ഷീണിച്ചാണ് ഞങ്ങൾ ഉറങ്ങിയത്. പേജ് നമ്പർ 8 നമുക്ക് കാണാം ഒരു ഉദ്ഘോഷണം കാണാം അല്ലേ? പരീക്ഷയ്ക്ക് ചിലപ്പോൾ എഴുതാനൊക്കെ വരാറുണ്ട്, ഉദ്ഘോഷണം എഴുതാൻ വരാറുണ്ട്. എന്താണ് ഇത്? നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേൾക്കുന്നതാണ് അല്ലേ? यात्रियों कृपया ध्यान दें, गाड़ी नंबर 16348 തിരുവനന്തപുരം से मंगलुरु तक जाने वाली തിരുവനന്തപുരം मंगलुरु एक्सप्रेस प्लेटफॉर्म नंबर 2 पर आ रही है. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെ ഉള്ള അനൗൺസ്മെൻറ്റ്സ് ഒക്കെ. അപ്പം നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ്? യാത്രകളെ കുറിച്ചുള്ള പാഠങ്ങളാണ് അല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തെ പാഠം നോക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ പാഠം പഠിക്കാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ഖിഡ്കി അല്ലേ? ഖിഡ്കി. ആരാണ് എഴുതിയേ? അഞ്ജു ഖർബന്ദ. ഒരു ലഘു കഥയാണ് അല്ലേ? ലഘുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഘു പറഞ്ഞാൽ ചെറിയ, കഥ കഹാനി അല്ലേ? അപ്പോൾ ലഘുകഥ എന്ന് പറഞ്ഞാൽ ചെറു കഥ. അപ്പോൾ നമ്മൾ ചെറുകഥയുടെ പേര് ഖിഡ്കി. ഖിഡ്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ? ജനൽ അല്ലേ? ജനൽ. ഖിഡ്കി എഴുതിയതാരാ? അഞ്ജു ഖർബന്ദ. അപ്പം പഠിച്ചോളാം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഖിഡ്കി കിസ്കെ ദ്വാര ലിഖി ഗയി ലഘുകഥ എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? അഞ്ജു ഖർബന്ദ എന്ന് എഴുതണം കേട്ടോ. അപ്പം നമുക്കിനി പാഠത്തിലേക്ക് പോവാം. തൊട്ട് താഴെ നമുക്ക് ഒരു ചിത്രം കാണാനുണ്ട് അല്ലേ? ആ ചിത്രത്തിൽ എന്താണ്? ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിലാണ് യാത്ര ചെയ്യുന്നത്? ട്രെയിനിലാണ് അല്ലേ? അപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും 2 കുട്ടികളെയാണ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കഥയാണ് ഇത് അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ചിത്രത്തിലൂടെ. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 9 എടുത്തോളൂ, നമുക്ക് വായിക്കാം. പിന്നെ ഞാൻ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വരിയും ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അർത്ഥം മനസ്സിലാവൂ അല്ലേ? അർത്ഥം മനസ്സിലാക്കിയാലാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കാനും പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ അല്ലേ? അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഇതിന്ന് ഓരോ സെൻറ്റൻസിൽ നിന്നും ഓരോ വരികളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാറ്റേൺ അനുസരിച്ച് അങ്ങനത്തെ ചോദ്യങ്ങളാണ് അല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, ഡിസ്കവർ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ. എന്താണ്? ഹോഷിയാർപുർ സെ ഷാദി കാ ബുലാവ ആയാ താ. ഹോഷിയാർപുർ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് അല്ലേ? ഹോഷിയാരപുരത്തിൽ നിന്നും ഷാദി കാ. ഷാദി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം, കല്യാണം അല്ലേ? ഹോഷിയാർപുർ സെ ഷാദി കാ ബുലാവ ആയാ താ. ബുലാവ എന്ന് പറഞ്ഞാൽ ക്ഷണം. ഹോഷിയാർപുരത്തിൽ നിന്നും കല്യാണ ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവ. ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. സർദി. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് അല്ലേ? ഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട്. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. സർദി ഹൽക്കി ഹൽക്കി. ഹൽക്കി ഹൽക്കി സാവധാനം. ദസ്തക് ദേനെ ലഗി തി. ദസ്തക് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ, സോച്ച ഞങ്ങൾ ചിന്തിച്ചു. ചലോ ഇസ് ബാർ AC കെ ബജായ്. എന്താണ്? ഈ പ്രാവശ്യം AC കോച്ച് അല്ലേ? AC കമ്പാർട്ട്മെൻറ്റിൽ പോകാതെ ജനറൽ കോച്ച് സെ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ
സഫർ ക ആനന്ദ് ലിയാ ജായ്. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര അല്ലേ. അപ്പോൾ അവരെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എന്തിലാണ് പോയിക്കൊണ്ടിരുന്നത്? ട്രെയിനിൽ AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു അവരെപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവരെന്ത് തീരുമാനിച്ചു? ഇന്ന് നമുക്ക് AC കമ്പാർട്ട്മെൻറ്റിൽ പോകണ്ട, പകരം നമുക്ക് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു അല്ലേ. എന്തുകൊണ്ടാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ വരും നമുക്ക്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം ക്യോംകി സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. മാർക്ക് ചെയ്തോളാം കേട്ടോ. എന്താണ്? പതിയെ പതിയെ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അന്ന് നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. മനസ്സിലായല്ലോ? അപ്പം അടുത്ത് നോക്കിക്കോളൂ. പഹലെ ആദ്യം ബീവി ബച്ചെ, ബീവി ഭാര്യ, ബച്ചെ കുട്ടികൾ, ജനറൽ സെ ജാനെ പർ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നതിന് കുച്ച് നാരാസ് ഹുയേ. നാരാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങൾക്ക് താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചു അല്ലേ. നാരാസ് വിഷമിച്ചു, പരിഭവം കാണിച്ചു. പഹലെ ആദ്യം ബീവി ബച്ചെ ഭാര്യയും കുട്ടികളും, ജനറൽ സെ ജാനെ പർ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നതിനോട്, കുച്ച് നാരാസ് ഹുയേ തങ്ങളുടെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചു അല്ലേ, തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചു. പർ ഫിർ തോടി നാനുകുർ കെ ബാദ് എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം അല്ലേ. ധോടി നാനുകുർ കെ ബാദ് എന്താണ്? കുറച്ചു നേരത്തെ ആ വിസമ്മതത്തിന് ശേഷം മാൻ ഗൈ മാന്ന അംഗീകരിക്കുക, അംഗീകരിച്ചു. ദില്ലി സെ ഡൽഹിയിൽ നിന്നും, ലഗ്ഭഗ് ഏകദേശം, 8 ഘണ്ടെ, 8 എന്ന് പറഞ്ഞാൽ 8, ഘണ്ടെ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. ദില്ലി സെ ഡൽഹിയിൽ നിന്നും, ലഗ്ഭഗ് ഏകദേശം, 8 ഘണ്ടെ കാ സഫർ. സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര അല്ലേ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. സീറ്റ് ബുക്ക് ചെയ്ത് അവരെന്ത് ചെയ്തിരുന്നു? സീറ്റ് എല്ലാം മുന്നേ തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേശാനി നഹി ഹുയി അതുകൊണ്ട് തന്നെ വലിയ ജ്യാദ അല്ലേ, കൂടുതൽ പരേശാനി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും തന്നെ നഹി ഹുയി ഉണ്ടായില്ല. ബച്ചുവിനെ കുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ചിത്രത്തിൽ ആരൊക്കെയാണ്? ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾ. ജഡ്, ജഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. കുട്ടികൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഖിഡ്കി വാലി, ഖിഡ്കി ജനൽ, ഖിഡ്കി വാലി സീറ്റ്, ഖിഡ്കി വാലി സീറ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോ സീറ്റ് അല്ലേ, വിൻഡോ സീറ്റ്. ജപഡിലി, ജപടന എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക. അവർ എന്ത് ചെയ്തു? കുട്ടികൾ വേഗം പോയിട്ട് വിൻഡോ സീറ്റിൽ പോയിട്ട് ഇരുന്നു, വിൻഡോ സീറ്റ് പിടിച്ചു. സാരാ സാമാൻ, അവരുടെ അടുത്ത് ഒരുപാട് ലഗേജും സാധനങ്ങളും ഉണ്ട് അല്ലേ, അതാണ് പറയുന്നത്. സാരാ സാമാൻ മുഴുവൻ സാധനങ്ങളും, സെറ്റുകൾ എല്ലാം അടുക്കി ഒതുക്കി വെച്ച്. മേ ഓർ പത്നി ഞാനും, ഇവിടെ ഞാൻ എന്ന് പറയുന്ന ആരാ? യാത്ര ചെയ്യുന്ന ആളാണ് അല്ലേ. ആ പതിയാണ് പറയുന്നത്. പതി, മേം എന്ന് പറയുന്നത് പതി, ഭർത്താവ്. മേം ഓർ പത്നി ഞാനും എൻ്റെ ഭാര്യയും, ബാത്തോമ്മ സംസാരത്തിൽ, മഷ്ഗൂൽ ഹോഗെ, മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മുഴുകി. അപ്പം എന്ത് ചെയ്തു? ഹോഷിയാർപുരത്തിൽ നിന്ന് അവർക്കൊരു കല്യാണക്ഷണം വന്നു. ട്രെയിൻ സെ ജാന തയ്ക്കിയ അല്ലേ, എന്താണ്? അവർ ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. സാധാരണ അവർ AC കോച്ചിലാണ് പോകുന്നതെങ്കിലും ഇപ്രാവശ്യം അവർ ജനറൽ കോച്ചാണ് ചൂസ് ചെയ്തത് അല്ലേ. എന്തുകൊണ്ടാണ് അത് തീരുമാനിച്ചത്? കാരണം നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ കോച്ചിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. ആദ്യം ഭാര്യയും മക്കളും അതിനോട് സമ്മതിച്ചിരുന്നോ? ഇല്ല അല്ലേ, അവർക്ക് താല്പര്യമില്ലായിരുന്നു, അവർ സമ്മതിച്ചില്ല. പക്ഷേ എന്നാലും കുറച്ച് നേരത്തെ ആ ഒരു പരിഭവത്തിന് ശേഷം അവർ ജനറൽ കോച്ച് തന്നെ യാത്ര ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ട്രെയിൻ വന്ന ഉടനെ ഈ കുട്ടികൾ എന്ത് ചെയ്തു? വേഗം ട്രെയിനിൽ കയറിയിട്ട് വിൻഡോ സീറ്റ് പോയിട്ട് പിടിച്ചു അല്ലേ. അവർ ട്രെയിനിൽ ടിക്കറ്റൊക്കെ അവർ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റ് കിട്ടുകയും ചെയ്തിരുന്നായിരുന്നു. പിന്നെന്താണ്? അപ്പോൾ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്തു? അവരുടെ സാധനങ്ങളെല്ലാം അടുക്കി പെടുക്കി റാക്കിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവർ രണ്ടുപേരും സംസാരത്തിൽ മുഴുകി. അത്രയും മനസ്സിലായല്ലോ. അപ്പം ഇനി പേജ് നമ്പർ 10. അടുത്ത ദൃശ്യം, രണ്ടാമത്തെ ദൃശ്യമാണ് അല്ലേ. രണ്ടാമത്തെ ദൃശ്യത്തിൽ എന്താ കാണുന്നത്? അവർ ട്രെയിനിൽ ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ഇരിക്കുന്നു അല്ലേ. അവരെന്തൊക്കെയോ അവിടെ കുട്ടികളുടെ കയ്യിൽ എന്തൊക്കെയോ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവും ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു സ്ത്രീ, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, നല്ല സാരി കൊടുത്ത് ഒരു ബണ്ടിൽ എടുത്തുകൊണ്ട് അല്ലേ, തുണികളാണ് കയ്യിൽ അല്ലേ, കാണാനില്ലേ, കുറേ തുണികൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഭാര്യയുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ദൃശ്യം. നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദൃശ്യത്തിൽ എന്താണെന്ന് നോക്കൂ.
10 കേട്ടോ. പേജ് നമ്പർ 10 രണ്ടാമത്തെ ദൃശ്യത്തിൽ എന്താ കാണുന്നത്? അപ്പോൾ ഒരു പച്ച സാരി എടുത്തിട്ടൊരു ചേച്ചി വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. ആ ചേച്ചി എന്താ പറയുന്നത്? നമ്മളുടെ നമ്മളെ ഭർത്താവ് ഉണ്ട്, ഭാര്യയുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയണം, ദീദി ജമ്മുക്ക് ഷോളിലേലോ. അപ്പോൾ അവളുടെ കയ്യിൽ നമ്മൾ കുറേ തുണികളുണ്ടെന്ന് പറഞ്ഞു. അവളുടെ കയ്യിൽ എന്താണ്? കുറേ ഷാളുകളാണ് അല്ലേ, ഷോളുകളാണ്, ദുപ്പട്ടകളാണ്. ദീദി, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി. ജമ്മുക്ക് ഷോളിലേലോ, ഇത് ജമ്മുവിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേകതരം ഷോളാണ് അല്ലേ. ജമ്മു കാശ്മീരിൽ നിർമ്മിച്ച പ്രത്യേകതരം ഷോളാണ്. ബഹുത് ബടിയ ഹെ, എടുത്തോളൂ, വളരെ. ബഹുത് ബടിയ, വളരെ. ബടിയ എന്ന് പറഞ്ഞെന്താ? നല്ലതാണ്, വളരെ നല്ലതാണ്. രംഗ് ബിരങ്കി ഷോളോം കാ ഭാരി ഘടർ. രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ വിവിധ നിറത്തിലുള്ള, ഷോളോം കാ ഷോളുകളുടെ, ഭാരി ഭാരമുള്ള, ഘടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ടിൽ. അവളുടെ കയ്യിലൊരു വലിയൊരു ബാഗ് ഉണ്ടല്ലോ, കുത്തി നിറച്ച് തുണികളായിട്ട്, ആ ബാഗിനാണെന്ന് പറയുന്നത് ഘടർ കേട്ടോ, ബണ്ടിൽ. ഉഠായേ, എടുത്തുകൊണ്ട്. എന്താണ്? രംഗ് ബിരങ്കി ഷോളോം കാ ഭാരി ഘടർ ഉഠായേ. വിവിധ നിറത്തിലുള്ള, പല നിറത്തിലുള്ള, വർണ്ണങ്ങളിലുള്ള, നല്ല ഭംഗിയുള്ള ഷോളുകൾ നിറച്ച് അല്ലേ, ഷോളുകൾ നിറച്ച ഭാരമുള്ള ഒരു ബണ്ടിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഏക്ക് ഒരു സാംവലി. സാംവലി എന്ന് പറഞ്ഞാൽ ഇരുനിറത്തിലുള്ള. സലോനി എന്ന് പറഞ്ഞാൽ എന്താ? സുന്ദരിയായ. കജ്രാരി അല്ലേ, സുന്ദരമായ. അതായത് ഏക്ക് സാംവലി, ഒരു ഇരുനിറത്തിലുള്ള സലോനി, സുന്ദരമായി. ഖജരാരി ആഖോം വാലി. ഖജരാരി എന്ന് പറഞ്ഞാൽ കൺമഷി എഴുതിയ അല്ലെ, ഇരുനിറത്തിലുള്ള നല്ല സുന്ദരമായി കണ്ണുകളൊക്കെ എഴുതിയ, കൺമഷിയൊക്കെ എഴുതിയ ഒരു യുവതി. പത്നിക്കോ, ഭാര്യയെ, ഇസ്രാർ കർണയിലേക്ക്. ഇസ്രാർ കർണ എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധിക്കാൻ തുടങ്ങി അല്ലേ. എന്തിനാ നിർബന്ധിക്കാൻ തുടങ്ങിയേ? ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതൊരു ഷോൾ വിൽപ്പനക്കാരിയായിരുന്നു. അവളുടെ കയ്യിൽ എന്തുണ്ട്? രംഗബിരങ്കി ഷോളും ഭാരീ ഘട അല്ലേ, നല്ല വിവിധ നിറത്തിലുള്ള ഷോളുകളുടെ ഭാരമുള്ള ബണ്ടിലെടുത്തുകൊണ്ടാണ് അവൾ വന്നിരിക്കുന്നത് അല്ലേ. അവളുടെ രൂപം എങ്ങനെയാണ്? പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, മാർക്ക് ചെയ്തോളാ. ഏക്ക് സാംവലി സലോനി കജരാരി ആങ്കോമാലി യുവതി അല്ലേ. ഏക്ക് സാംവലി, ഒരു ഇരുനിറത്തിലുള്ള, സലോനി സുന്ദരമായ, കജരാരി ആങ്കോമാലി കൺമഷികൾ എഴുതിയ, നല്ല ഭംഗിയിൽ കണ്ണുകൾ എഴുതിയ ഒരു യുവതി. പത്നിക്കോ ഇസ്രാർ കർണയിലേക്ക്, ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. കിത്തനേക്ക് ഹേ, എത്ര രൂപയാണെന്ന് ചോദിച്ചു അല്ലേ ഭാര്യ. അപ്പോൾ അവളെന്ത് പറഞ്ഞു? 250. 250 എന്ന് പറഞ്ഞാൽ എത്രയാ? 250 അല്ലേ. 250, 250 രൂപ. അപ്പം നമ്മളെ ഭാര്യ പറയാണ്, ഇത്തി മഹങ്കി. ഇത്തി എന്ന് പറഞ്ഞാൽ ഇത്തന, മഹങ്കി വില അല്ലേ, ഇത്രയും വിലയോ. അപ്പം നമ്മളുടെ ഷോൾ വിൽപ്പനക്കാരി പറയാണ്, സ്യാദാ പീസ് ലോഗീത്തോ കം കർ ദൂങ്കി. നിങ്ങൾ ഒരുപാട് ഷോൾ അല്ലേ, സ്യാദാ പീസ്, നിങ്ങൾ ഒരുപാട് പീസ് എടുക്കുകയാണെങ്കിൽ തോ കം കർ ദൂങ്കി, ഞാൻ വില കുറച്ച് തരാം. നമ്മളുടെ ഭാര്യ പറയാണ്, മുझे ദുഖാൻ കോൽനി ഹെക്കിയ. എന്തിന്? എനിക്കെന്താ വില കടയും തുടങ്ങാൻ വേണ്ടിയിട്ടാണോ? ഞാൻ എന്തിനാ നിന്റെ കയ്യിൽ നിന്ന് ഇത്രയും പീസ് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അല്ലേ. എനിക്കെന്താ വില കടയും തുടങ്ങാനുണ്ടോ? അപ്പം നമ്മളുടെ ഷോളുകാരി പറയാണ്, ലേലോന, എടുക്കൂ ചേച്ചി. ബഹനോ എന്ന് പറഞ്ഞാൽ സഹോദരി അല്ലേ. ബഹനോ ഓർ ഭാബിയോം കെലിയെ, നിങ്ങളുടെ സഹോദരിമാർക്കും അല്ലേ, അമ്മായിമാർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലേ, അങ്ങനെ പറയാണ്, നിങ്ങളുടെ സഹോദരിമാർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാമല്ലോ. മേനെ പത്നിക്കോ ഇഷാരാക്കിയ. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ആരവിടെ ഇരിക്കുന്നുണ്ട്? ഭർത്താവ് ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഭർത്താവ് എന്ത് പറഞ്ഞു? ഭർത്താവ് ഒരു ആക്ഷൻ കാണിച്ചു അല്ലേ. ഇഷാര എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്ഷൻ കാണിച്ചു, അതായത് കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു അല്ലേ. എന്താ കാണിച്ചേ? മേനെ പത്നിക്കു ഇഷാരാക്കിയ, ഞാൻ അവൾക്ക് സൂചന നൽകി. എന്ത് സൂചന? വാങ്ങിക്കേണ്ട എന്നുള്ളത് അല്ലേ, ഷോള് വാങ്ങിക്കേണ്ട എന്നുള്ളൊരു സൂചന നൽകി. തോ ഉസ്നെ ആഖേൻ തറയേർക്കർ, പക്ഷേ അത് കണ്ട ഭാര്യ എന്ത് ചെയ്തു? തോ ഉസ്നെ, അവൾ, ആഖേൻ തറയേർക്കർ, കണ്ണ്, തറയേർന്ന തുറിപ്പിക്കുക, കണ്ണ് തുറിപ്പിച്ച് നോക്കി കൊണ്ട്, മുജെ ചുപ്പ് രഹ്നേക്കാ, എന്നോട് മിണ്ടാതിരിക്കാനുള്ള സങ്കേതിയ സൂചന നൽകി. അച്ഛാ 5 പീസ് ലൂത്തോ
കിത്തനെ കേ ദോഗി. അപ്പം നമ്മുടെ ഭാര്യ ചോദിക്കുകയാണ്, വീണ്ടും അവളോട് സംസാരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഭാര്യ ചോദിക്കുകയാണ്, അച്ഛ ശരി 5 പീസ് ലൂത്തോ, ഞാനൊരു 5 ഷോൾ വാങ്ങിക്കുകയാണെങ്കിൽ കിത്തനേക്കോ ദോഗി, നീ എത്ര രൂപയ്ക്ക് അതെനിക്ക് തരും? അപ്പോൾ ഷോൾ വിൽപ്പനക്കാരി പറയാണ്, 200 രൂപയെ പെർ പീസ് ലേ ലേന ദീദി. ഞാൻ 200 രൂപയെ പെർ പീസ്, ഒരു ഷോളിന് 200 രൂപ വെച്ചിട്ട് ഞാൻ 5 ഷോള് അല്ലേ 5 ഷോള് തരാം. അപ്പോൾ ഭാര്യ പറയാണ്, ന 100 രൂപയെ പെർ പീസ്, അത് പറ്റില്ല, ഒരു പീസിന് 100 രൂപ അല്ലേ, ഒരു ഷോളിന് 100 രൂപ വെച്ചിട്ടാണെങ്കിൽ ഞാൻ വാങ്ങിക്കാമെന്ന് ആര് പറഞ്ഞു? ഭാര്യ മറുപടി പറഞ്ഞു. ദീദി സോ ബഹുത് കം ഹേ. അപ്പം നമ്മളുടെ ഷോൾ വിൽപ്പനക്കാരി പറയാണ്, ചേച്ചി 100 രൂപയൊക്കെ വളരെ കുറവല്ലേ, വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ് അല്ലേ. കത്തെ ഹുയേ ഉസ്ക ഗല രൂത് ഗയ, അത് മാർക്ക് ചെയ്തോളാം. എന്താണ് ദീദി സൗത്തോ ബഹുത് കം ഹേന, 100 രൂപ എന്ന് പറഞ്ഞത് വളരെ കുറവല്ലേ, ഞാൻ ഈ ഇത്രയും അല്ലേ ദൂരെ നിന്ന് വരികയാണ്, കാശ്മീരിൽ നിന്നും നിർമ്മിച്ച ഷോളാണ്, പ്രത്യേകതരം ഷോളാണ്, നല്ല വിലയുള്ള ഷോളാണ്, നല്ല ഭംഗിയുള്ള നിറങ്ങളാണ്, അത്രയും വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഷോളാണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് ഇത് വിറ്റാലല്ലേ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാലല്ലേ എൻ്റെ മക്കൾക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് സൗത്ത് ബൗത്ത് കംഹേ, 100 രൂപ വളരെ കുറവാണ്. ഏസെ കത്തെ ഹുയെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉസ്ക ഗല, അവളുടെ തൊണ്ട, രൂതുകയ, തൊണ്ടയിടറി. എന്താണ് തൊണ്ടയിടറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവളുടെ സൗണ്ട് എല്ലാം മാറി അല്ലേ, സൗണ്ട് മാറി, ശബ്ദം മാറി, അവൾക്ക് കരച്ചിൽ വന്നു. ഓർ ഉസ്കി കജരാരി ആഖേം, കജരാരി കൺമഷി അല്ലേ, അവളുടെ ആ കൺമഷിയിട്ട കണ്ണുകൾ ഭറായി, നിറഞ്ഞു. പരീക്ഷയ്ക്ക് ചോദിക്കും, ഉസ് യുവതി ക ഗല രൂത് ഹോനെ കാ കാരൻ ക്യാ ഹേ എന്ന് ചോദിക്കും. അപ്പം എന്ത് ചെയ്യണം, എന്താണ് എഴുതാൻ, നിങ്ങൾ എന്ത് എഴുതണം? എന്തായിരുന്നു അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് യുവതിക്ക് വിഷമായേ? ഇത്രയും വിലയുടെ ഷോളാണ് അല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് അവർ എല്ലായിടത്തും നടന്ന് ഷോൾ വിൽപ്പന ചെയ്യാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടണ്ടേ. അപ്പോൾ 250 രൂപയുടെ ഷോള് പറ്റില്ല എന്ന് ഭാര്യ പറഞ്ഞു അല്ലേ, അത്രയും വിലയ്ക്ക് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പിന്നെയും പറഞ്ഞു, ഞാൻ കൂടുതലൊരു 5 പീസ് എടുക്കാം അല്ലേ, അതായത് 5 പീസ് എടുക്കുകയാണെങ്കിൽ നീ എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു 200 രൂപ, ഒരു പീസിന് 200 രൂപ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോഴും ഭാര്യ എന്ത് പറഞ്ഞു, ഇല്ല പറ്റില്ല, ഒരു പീസിന് 100 രൂപ വെച്ചിട്ടാണെങ്കിൽ ഞാൻ 5 എണ്ണം എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എത്ര നഷ്ടം വരും അവിടെ അവൾക്ക്? 250 രൂപയ്ക്ക് പറഞ്ഞ ഷോളാണ്, ആദ്യം 200 പിന്നെ 100. അപ്പം അത്രയും നഷ്ടം വരുമ്പോൾ പിന്നെ അവൾക്ക് കച്ചവടം നടന്നിട്ട് അതുകൊണ്ട് ഒരു ലാഭവും കിട്ടില്ല അല്ലേ. ഉസ്സെ ലാഭ് ഉടാനാ ബി മുഷ്കിൽ ഹെ, കോയി ലാഭ് നെയ്യും ഇല്ലേക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ, അവൾക്ക് അതൊന്നും ഒരു ലാഭം എടുക്കാനില്ല. അതുകൊണ്ടാണ് അവൾക്ക് സങ്കടമായത്. മനസ്സിലായല്ലോ? അപ്പം എങ്കിൽ നമുക്ക് ഇനി പേജ് നമ്പർ 11 എടുക്കാം. പേജ് നമ്പർ 11 എടുത്തോളൂ കേട്ടോ. പേജ് നമ്പർ 11. അപ്പം നമ്മൾ എന്താ ഇത്രയും നേരം പറഞ്ഞത് ഓർമ്മണ്ടല്ലോ. വേണ്ടി നിർബന്ധിക്കുന്നു, വില കുറയ്ക്കുന്നു. തോനോം കെ ബീച്ച് തോൽമോൽ ഹോത്തേ ഹേ അല്ലേ. തോൽമോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടയിൽ തോൽമോൽ എന്ന് പറഞ്ഞാൽ വിലപേശൽ അല്ലേ. അങ്ങനെ നമ്മളെ യുവതിക്ക് ഒരുപാട് വിഷമായി അല്ലേ, 100 രൂപയ്ക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ. അതിനുശേഷം പേജ് നമ്പർ 11. ചൽ ന തേരി ന മേരി, ശരി എന്നാ അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. ഠേഡ് സൗ പെർ പീസ്, ഠേഡ് സൗ എന്ന് പറഞ്ഞാൽ എത്രയാ? 150 അല്ലേ. ശരി, അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. 150 രൂപ പെർ പീസ്, ഒരു പീസിന് 150 രൂപ വെച്ചിട്ട് നിൻ്റെ അടുത്ത് 5 ഷോൾ ഞാൻ എടുക്കാം. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു വിൽപ്പനക്കാരി? അച്ഛാ ദീദി, ശരി ശരി ചേച്ചി, ടീക്ക് ഹേ, ശരി ടീക്ക്, ലോ എടുത്തോളൂ പറഞ്ഞു. ചൽ ഇന്ന തേരി ഇന്ന മേരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഠേഡ് സൗ പെർ പീസ് അല്ലേ, ഠേഡ് സൗ പെർ പീസ്, 150 രൂപ. അപ്പോൾ അവൾ ഷോൾ വിൽപ്പനക്കാരി എന്താ പറയുന്നത്? അച്ഛാ ദീദി, ശരി ചേച്ചി, ടീക്ക്, ശരി, ലോ എടുത്തോളൂ, രംഗ് പസന്ത് കർലോ. അപ്പം നമ്മളുടെ ഷോൾ വിൽപ്പനക്കാരി എന്ത് പറഞ്ഞു? ശരി, ഞാൻ 150 രൂപ, ഒരു പീസിന് 150 രൂപ, ഒരു ഷോളിന് 150 രൂപ വെച്ചിട്ട് 5 ഷോള് നിങ്ങൾക്ക് തരാം. കുച്ച് സോച്തേ ഹുയേ ഉസ്നെ കഹ, കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം ഉസ്നെ കഹ, അവൾ പറഞ്ഞു അല്ലേ. കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷമാണ് അവളത് പറഞ്ഞത്. ഓർ എന്നിട്ട് ഖഡർ, ഖഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ? ബണ്ടില് അല്ലേ, ആ ഷോളുകളുടെ ബണ്ടില്. പത്നിക്ക് സാമനെ സർക്കാദിയ, സർക്കാദിയ, സർഖ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കി വെക്കുക, നിരക്കി വെക്കുക അല്ലേ.
കുച്ച് സോച്ചത്തെ ഹുയേ കുറച്ച് ചിന്തിച്ച ശേഷം ഉസ്നെ കഹ കുറച്ച് ചിന്തിച്ച ശേഷം അവൾ പറഞ്ഞു ശരി 150 രൂപ വെച്ചിട്ട് ഞാൻ ഒരു ഷോളിന് 150 രൂപ വെച്ച് 5 ഷോൾ നിങ്ങൾക്ക് തരാം. ഗഡർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബണ്ടിലെടുത്ത് പത്നിക്ക് സാമനെ ഭാര്യയുടെ മുന്നിലേക്ക് സർക്കാദിയ നീക്കി വെച്ച് കൊടുത്തു. പത്നീനെ ഭാര്യ 5 ഷോളെ അതിൽ നിന്നും അവൾക്ക് വേണ്ട 5 ഷോള് തിരഞ്ഞെടുത്തു. ഓർ അലഗ് കർലി അല്ലെ 5 ഷോളുകളും തിരഞ്ഞെടുത്തുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ അവൾ വേർതിരിച്ചെടുത്തു അല്ലേ. അപ്പം നമ്മൾ ഷോളിൽ പെൺകാരി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓർ മേരി ഓർ ദേക്ക് പിന്നെ എന്നെ നോക്കി. ഇവിടെ എന്നെ എന്ന് പറയുന്നത് ആരാ? പതി അല്ലേ. പതിയെ നോക്കി ഭർത്താവിനെ നോക്കി രൂപയെ ദേനേക്ക ഇഷാരാക്കിയ പൈസ കൊടുക്കാനുള്ള ആംഗ്യം കാണിച്ചു അല്ലേ. പൈസ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചു. മേനെ ജഡ് ഞാൻ. ഇവിടെ ആരാ മേനെ എന്ന് പറയുന്നത്? ആരാ? ഭർത്താവാണ്. അപ്പോൾ മേനെ ജഡ് ഞാൻ പെട്ടെന്ന് തന്നെ 750 750 അല്ലേ. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപയെ നിഖാൽക്കർ 750 രൂപ എടുത്തുകൊണ്ട് ദേദിയെ അല്ലേ 750 രൂപ എടുത്ത് നൽകി. അപ്പോൾ ഒരു ഷോളിന് 150 രൂപ വെച്ച് 5 ഷോളാണ് അല്ലേ. അപ്പോൾ 750 രൂപ വെച്ച് എടുത്തിട്ട് വേഗം എന്ത് ചെയ്തു നമ്മളെ ഭർത്താവ് നൽകി. ഉസ്കെ ജാനേക്കെ ബാദ് അങ്ങനെ നമ്മളെ ഷോൾ വിൽപ്പനക്കാരി അവിടുന്ന് പോയി അല്ലേ. ഉസ്കെ ജാനേക്കെ ബാദ് അവൾ പോയതിന് ശേഷം രാസ്തേ ഭർ പിന്നീടുള്ള യാത്രയിൽ ഉടനീളം പത്നിക്ക് സുയി പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലേ. പത്നിക്ക് സുയി എന്ന് പറഞ്ഞ എന്താണ്? ചിന്ത, ഭാര്യയുടെ ചിന്ത. ഇസീ ബാത്ത് പർ ഈ ഒരു കാര്യത്തിൽ തന്നെ അടുക്കി രഹി അല്ലേ. അടുക്കന എന്ന് പറഞ്ഞ എന്താ? തങ്ങി നിന്നു. വോ എന്തായിരുന്നു ആ കാര്യം? വോ ഏക് ബാർ മേ ഹി 150 രൂപ മാൻ ഗയി. എന്താണ്? വോ ഏക് ബാർ മേ ഹി 150 മാൻ ഗയി. വോ അവൾ ഏക് ബാർ മേ ഹി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതേ ഉള്ളൂ അല്ലേ. വിലപേശേൻ്റെ ഇടയിൽ പറഞ്ഞു നോക്കിയതേ ഉള്ളൂ. എന്ത് 150 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്ക് തന്നെ അവൾ എന്ത് ചെയ്തു? വേറെ തമ്മിൽ വിലപേശാനൊന്നും നിൽക്കാതെ 150 മാൻ ഗയി ശരി 150 രൂപയ്ക്ക് തരാമെന്ന് സമ്മതിച്ചു. ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാ? തോടാ ഓർ തോൽമോൽ കർണ ചാഹിയേ ഥാ. തോടാ ഓർ അല്ലേ. തോടാ തോൽമോൽ എന്ന് പറഞ്ഞ എന്താണ്? വിലപേശൽ ബാർഗെയിനിങ് വിലപേശൽ. കുറച്ചുകൂടെ തോൽമോൽ ഓർ കർണ ചാഹിയേത ഞാൻ കുറച്ചുകൂടെ എന്ത് ചെയ്യണമായിരുന്നു? വിലപേശണമായിരുന്നു. ഓർ മേരി സുയി ഇവിടെ മേരി എന്ന് പറയുന്നത് ആരാ? ഭർത്താവാണ് കേട്ടോ. എഴുതി വെച്ചോളാം. പതി. ഓർ മേരി സുയി അതീത് മേ ജാ അടക്കി ഏ കിസ്കാ കഥന എന്ന് ചോദിക്കും. അപ്പം എഴുതിക്കോളാം പതിക്ക. ഓർ മേരി സുയി എൻ്റെ ചിന്ത അതീത് മേ ജാ അടക്കിയത്. അതീത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് അല്ലേ. പക്ഷെ എൻ്റെ ചിന്ത മുഴുവൻ പണ്ട് നടന്ന ഒരു കാര്യത്തിലായിരുന്നു. എന്താണ് ആ കാര്യം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ബേട്ടിക്കോ ഗോതുമേ മകളെയും ഗോതെന്ന് പറഞ്ഞ എന്താ? മടിയിൽ. ബിട്ട മകളെയും മടിയിലിരുത്തിക്കൊണ്ട് റേൽഗാഡിക്ക് ഖിടിക്കീസെ തീവണ്ടിയുടെ ജനലിലൂടെ ഛാങ്ക്ത എത്തി നോക്കിക്കൊണ്ട് മേം സോച്ച് രഹാത അല്ലേ. തൻ്റെ മകളെയും മടിയിലിരുത്തിക്കൊണ്ട് ട്രെയിനിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ ഭർത്താവ് എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? മേരെ പിതാബി എൻ്റെ അച്ഛനും റേൽഗാഡിമേ തീവണ്ടിയിൽ സാമാൻ ബേച്ച് സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത് അല്ലേ. അപ്പം മേരെ പിതാബി റേൽഗാഡിമേ സാമാൻ ബേച്ച് എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ തീവണ്ടിയിൽ നടന്ന് സാധനങ്ങൾ വിറ്റുകൊണ്ട് ജബ് ദക്കേഹാരെ ക്ഷീണിച്ച് വലഞ്ഞ് അല്ലെ ക്ഷീണിതനായി ഘറാത്തേഹെ വീട്ടിലേക്ക് വരുമ്പോൾ തോ ഉൻകി ആംഖോ മേമ്പി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും വഹി നമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈർപ്പം. അതേ ഈർപ്പം തന്നെയായിരുന്നു. ഏതുപോലത്തെ? ജോ യുവതിക്ക് ആംഖോ മേ ദി
ഇന്ന് ഞാൻ ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ് തന്നെയായിരുന്നു അന്ന് എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ഞാൻ കണ്ടത് അല്ലേ. അപ്പം എന്താണ് ഇവിടെ ഭർത്താവും പതിയും 2 കുട്ടികളാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്തായിരുന്നു ജോലി? ഇതുപോലെ ട്രെയിനിൽ നടന്ന് സാധനങ്ങൾ വിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെയും ജോലി അല്ലേ. അപ്പം ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളെയൊക്കെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇതുപോലെ തന്നെ അല്ലേ എൻ്റെ അച്ഛനും പണ്ട് എനിക്ക് വേണ്ടി അല്ലേ ഭക്ഷണത്തിന് വേണ്ടി എന്നെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ട്രെയിനിലൂടെ നടന്ന് സാധനങ്ങൾ വിറ്റുകൊണ്ടല്ലേ ജീവിച്ചിരുന്നത് അല്ലേ. അങ്ങനെയല്ലേ എന്നെയൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കിയതെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അപ്പോൾ ഇന്ന് അത്രയും വില കുറച്ച് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ആ സ്ത്രീയുടെ കണ്ണിൽ കണ്ട അതേ വിഷമം അല്ലേ, അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ വിറ്റു പോകുമ്പോൾ അദ്ദേഹത്തിന് കണ്ണിലുണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു വിഷമം അല്ലേ, അതൊക്കെ തന്നെയാണ് ഞാൻ ഈ സ്ത്രീയുടെ കണ്ണിൽ കണ്ട അതേ ഇത് തന്നെയാണ് ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ്റെ കണ്ണിലും ഞാൻ കണ്ടത് അല്ലേ. അതിനെ നേരെ തിരിച്ചും പറയാം, എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ഇതേ സങ്കടം, വിഷമം, നിരാശയും ആനന്ദവും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ, ചെറിയൊരു കഥയാണ് അല്ലേ. ചെറിയൊരു കഥയാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താഴെ 5 ഗർഭന്തേനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചോളൂ. അത് പേജ് നമ്പർ 13 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ അർത്ഥങ്ങളൊക്കെ എല്ലാവരും പഠിച്ചോളൂ. ഞാൻ പറഞ്ഞുതരാം, അർത്ഥങ്ങൾ പറഞ്ഞുതരാം. അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ മലയാളത്തിൽ എഴുതി പോയാൽ മതി. അർത്ഥങ്ങൾ പഠിക്കാതെ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ടീച്ചർ എടുക്കുന്ന ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, തുടർന്നും ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും, എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ അർത്ഥം എന്താണ്? ബുലാവ അല്ലേ. ബുലാവ എന്ന് പറഞ്ഞാൽ എന്താണ്? നിമന്ത്രൺ, ക്ഷണം. സർദി ദസ്തക് ദേന, സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ്. ദസ്തക് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. നാനുകുർ, നാനുകുർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസമ്മതം അല്ലേ, സമ്മതമില്ലായ്മ. സീറ്റ് ജബഡിലേന, ജബഡിലേന എന്ന് പറഞ്ഞാൽ എന്താ? കരസ്ഥമാക്കുക. മഷ്ഗൂൽ ഹോന, മഷ്ഗൂൽ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുകുക അല്ലേ. മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ മുഴുകുക, മഷ്ഗൂൽ മുഴുകുക. അടുത്തത് ഗഡർ, ഗഡർ എന്ന് പറഞ്ഞാൽ വലിയ ബണ്ടിൽ, ഭാരമുള്ള ബണ്ടിൽ. സാമലി, സാമലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുനിറത്തിലുള്ള, ഇരുനിറക്കാരിയായ. സലോനി, സലോനി എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള. കജരാരി ആംഗ്യം, കജരാരി ആംഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺമഷി എഴുതിയ കണ്ണുകൾ. ഇസ്രാർ കർണ, ഇസ്രാർ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധിക്കുക അല്ലേ, പ്രേരിപ്പിക്കുക. അഠായി സൗ, അഠായി സൗ എന്ന് പറഞ്ഞാൽ എന്താണ്? 250. ഇത്തി, ഇത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും. ഇഷാര കർണ, ഇഷാര കർണ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക അല്ലേ. ആംഖ്യം തരേർണ, ആംഖ്യം തരേർണ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യത്തോടെ തുറിച്ച് നോക്കുക. അടുത്തത് ഗലാരൂതജാന, ഗലാരൂതജാന എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ടയിടറുക, അതായത് വിഷമം വരിക അല്ലേ, കരച്ചിൽ വരിക. സുയി എടുക്കന, സുയി എടുക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധ, സുയി ശ്രദ്ധ, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഖിടുക്കി സെ ചാങ്കന, കിടുക്കി എന്ന് പറഞ്ഞാൽ ജനൽ, ചാങ്കന എത്തി നോക്കുക. അപ്പം ഇത്രയും മനസ്സിലായല്ലോ, അർത്ഥങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മളെ പാഠങ്ങളൊക്കെ. നിങ്ങൾ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അർത്ഥങ്ങളെല്ലാം ആദ്യം ഈ അർത്ഥങ്ങൾ പഠിക്കുക കേട്ടോ, അതിനുശേഷം പാഠങ്ങൾ വായിക്കുക. അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.